ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. 20 ലക്ഷത്തോളം ഹാജിമാരാണ് അറഫയിൽ സംഗമിക്കുന്നത്. മദീന പ്രവാചക പള്ളിയിലെ ഇമാം ഡോക്ടർ അലി അൽ ഹുഫൈദി അറഫ പ്രഭാഷണം നടത്തി. പുതിയൊരു ജീവിതത്തിലൂടെ പ്രവേശിക്കാൻ ഹജ്ജിലൂടെ വിശ്വാസികൾക്ക് സാധിക്കട്ടെ എന്ന് അലി അൽ ഹുഫൈദി പറഞ്ഞു. ഇന്ന് സൂര്യാസ്തമയം വരെയും വിശ്വാസികൾ അറഫയിൽ തുടരും. من كل ما لا يتناسب مع مكانته فلا فسوق ولا جدال في الحج ولا شعارات سياسية ولا نداءات حزبية بل خضوع لله واتباع لنبيه صلى الله عليه وسلم بل طهارة في الظاهر والباطن وفاء بالعهود والمواثيق واحتراما للحقوق. അറഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അതിലെ ഏറ്റവും സുപ്രധാനമായ ചടങ്ങായ അറഫ സംഗമത്തിന് മക്കയിലെ അറഫ നഗരിയിൽ ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ഏതാണ്ട് 20 ലക്ഷത്തിനടുത്ത് ഹാജിമാരാണ് അറഫയിൽ ഇപ്പോൾ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കൃത്യം കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും 15 ലക്ഷത്തിലേറെ വിദേശ ഹാജിമാരും ഒപ്പം ആഭ്യന്തര ഹാജിമാരുമാണ് നിലവിൽ അറഫയിൽ ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്നത്. അറഫ പ്രഭാഷണം ഇന്ന് നിർവഹിച്ചത് മസ്ജിദ് മദീന പള്ളിയിലെ ഇമാമായ ഡോക്ടർ അലി അൽ ഹുദൈഫിയാണ്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശ ഭാഷ വർഗ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ജനങ്ങളും ഒരേ വേഷത്തിൽ ഒരേ വസ്ത്രത്തിൽ ഒരേയിടത്ത് ഒത്തുചേരുന്ന ഈ കർമ്മത്തിലൂടെ ഓരോ മനുഷ്യരും പുതിയൊരു ജന്മത്തിലേക്കാണ് ചുവടെടുത്തു വെക്കുന്നത് എന്നുള്ളതാണ്. അറഫ പ്രഭാഷണം ഇപ്പോഴും പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു. ഇതിന് തൊട്ട് പിന്നാലെ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു പ്രഭാഷണത്തിന് പിന്നാലെ 2 നമസ്കാരങ്ങൾ, ഇപ്പോഴുള്ള ലൊഹർ നമസ്കാരവും വൈകിട്ടുള്ള അസർ നമസ്കാരവും വിശ്വാസികൾ ഒരുമിച്ച് നിർവഹിക്കും. ഇതിനുശേഷം ഇന്ന് വൈകിട്ട് വരെയുള്ള സമയം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് പ്രാർത്ഥനയുടേതാണ്. പ്രധാനമായും പാപമോചനവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് അറഫ എന്നറിയപ്പെടുന്ന പ്രദേശം ഇസ്ലാമിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ചത് പാപമോചനത്തിന് വേദിയാകുന്ന ഇടം എന്നുള്ള നിലക്കാണ്. ആ നിലക്കുള്ള വിശ്വാസികൾ സ്വമേധയാ ഒരു പുതിയ ജന്മത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അറഫ നഗരി. ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത തന്നെ വർഷത്തിലൊരിക്കൽ മാത്രം ജനസമൂഹം ഒരുമിച്ച് കൂടുന്ന, ബാക്കിയുള്ള സമയത്ത് വിജനമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. പ്രവാചകൻ അനുഷ്ഠിച്ച കർമ്മങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ കർമ്മങ്ങളും നടക്കുന്നത്. പക്ഷേ പ്രവാചകൻ ഈ കർമ്മങ്ങളെല്ലാം നടത്തിയത് ഇസ്ലാമിലെ പ്രവാചകനായിരുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജിലെ ഓരോ ചടങ്ങുകളും നിലനിൽക്കുന്നത്. അറഫ സംഗമത്തോടു കൂടി ഹാജിമാർ ഏറ്റവും തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്കും മണിക്കൂറുകളിലേക്കുമാണ് ഇനി പ്രവേശിക്കാൻ പോകുന്നത്. കാരണം അറഫ വൈകിട്ട് സൂര്യാസ്തമയം വരെ തുടരും. അതിനുശേഷം ഹാജിമാർ ഇന്ന് മുസ്ദലിഫയിലേക്കാണ് വൈകിട്ട് രാപ്പാർക്കാൻ പോകുന്നത്. അത് പ്രവാചകന്റെ കാലത്ത് അറഫയിൽ നിന്നും മടങ്ങുന്ന സമയത്ത് പ്രവാചകൻ വിശ്രമിച്ച സ്ഥലമാണ്. അതിനെ സ്മരിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളും അവിടെ ആകാശം മേൽക്കൂരയാക്കിക്കൊണ്ട് ആ മൈതാനത്താണ് എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ വസ്ത്രത്തിൽ ഒരേ രൂപത്തിൽ ഒരേ ഇടത്ത് കിടന്നുറങ്ങുക. അതിനുശേഷം നാളെ പുലർച്ചെ വീണ്ടും അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട മിന എന്നറിയപ്പെടുന്ന തമ്പുകളുടെ താഴ്വാരത്തിലേക്ക് മടങ്ങും. അതോടുകൂടി ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ പകൽ മുഴുവൻ ഹാജിമാർക്ക് കർമ്മനിരതമായ ദിവസമാണ്. കാരണം രാവിലെ മുസ്ദലിഫ കഴിഞ്ഞ് മിനായിലേക്ക് മടങ്ങിയെത്തുന്ന ഹാജിമാർക്ക് കല്ലേറ് കർമ്മമുണ്ട്. അതിനുശേഷം നാളെ ബലി പെരുന്നാൾ ദിവസമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി മകനെ ബലിയർപ്പിക്കാൻ സന്നദ്ധമായ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ ഓർത്തുകൊണ്ടാണ് നാളെ ബലി പെരുന്നാൾ എത്തുന്നത്. ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് നാളെ ഹാജിമാർ ബലികർമ്മം പൂർത്തിയാക്കുന്നുണ്ട്. അതോടൊപ്പം മുടി മുറിച്ചുകൊണ്ട് ഹാജിമാർക്ക് അതിൻ്റെ ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്നും നാളെ മോചിതമാകാം. ബാക്കിയുള്ള ഹാജിമാർ ഒപ്പം തന്നെ കഅബക്കരികിലെത്തി ഹജ്ജിൻ്റെ തവാഫ് ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കും. അതിന് സാധിക്കാത്തവർ പിന്നീട് ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷവും ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. ഇങ്ങനെ പിന്നീടുള്ള 3 ദിനം കല്ലേറ് കർമ്മമാണ് ഹാജിമാർക്ക് മിനായിൽ ബാക്കിയുള്ളത്. ഈ തരത്തിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ നിർഭരമായതാണ്. കായികാധ്വാനം വേണ്ടതാണ്, ഏറെ കായികക്ഷമത വേണ്ടതാണ്. നിലവിൽ മുഴുവൻ ഇന്ത്യൻ ഹാജിമാരും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉച്ചയോടുകൂടി തന്നെ മുഴുവൻ ഹാജിമാരെയും എത്തിച്ചതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ, അതായത് ഇന്ത്യക്കാരുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചിട്ടുണ്ട്.
സൗദി ഭരണകൂടം ഔദ്യോഗികമായി തന്നെ ഹജ്ജിനെത്തിയ മുഴുവൻ ഹാജിമാരും അറഫയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. കാരണം അറഫ ലഭിക്കാത്ത ഹാജിക്ക് ഹജ്ജിൻ്റെ പുണ്യം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ഹാജിമാരെയും ഇവിടെ എത്തിയതായി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മലയാളി ഹാജിമാരുടെ സ്ഥിതിയെല്ലാം ഏറെ മെച്ചപ്പെട്ട നിലയിലാണ്. അറഫയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട്. എങ്കിലും ഒരു ഹാജി ഇന്ന് രാവിലെ മിനായിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അദ്ദേഹം ആരോഗ്യ പ്രയാസങ്ങൾ തുടർന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുഴുവൻ ഹാജിമാരും ഇപ്പോൾ അറഫയിൽ എത്തിയിരിക്കുന്നു. അവർ കർമ്മങ്ങളിലേക്കും ഒപ്പം തന്നെ പ്രാർത്ഥനകളിലും തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന തമ്പിനകത്ത് സമാനമായ അറഫ പ്രഭാഷണത്തിന് തൊട്ട് പിന്നാലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ അറഫയുടെ സന്ദേശം ഇവിടെയുള്ള ഉസ്താദുമാരും ഒപ്പം തന്നെ അതിന് നേതൃത്വം നൽകുന്നവരുമെല്ലാം തന്നെ ഹാജിമാരോട് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.